So hello guys, welcome back to our channel. So എന്തായാലും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാളത്തേക്കുള്ള ഇൻട്രാഡേ ഇക്വിറ്റി സ്റ്റോക്ക് പിക്സ് ആണ്. സോ വീഡിയോ കുറച്ച് ലെങ്ത് ആയി പോകുന്നുണ്ട്, പലരും അത് കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും അതിനുള്ള റീസൺ വേറൊന്നുമല്ല, മാക്സിമം ആ ഒരു ജസ്റ്റ് ലെവൽസ് മാത്രം പറഞ്ഞു പോകാനാണെങ്കിൽ അധികം ടൈം എടുക്കില്ല, 10 മിനിറ്റ് 5 മിനിറ്റ് താഴെ വീഡിയോ തീരും. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു പിക്ക് കൺസിഡർ ചെയ്തത്, അല്ലെങ്കിൽ അത് എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ എന്ന് ചെറിയൊരു അനാലിസിസും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു വീഡിയോയുടെ ലെങ്ത് കൂടി പോകുന്നത്. എന്തായാലും മാക്സിമം നമ്മളത് ഷോർട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങൾക്ക് അനാലിസിസിൻ്റെ ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അതും കമൻറ്റ് ചെയ്ത് അറിയിക്കാം. പക്ഷേ അനാലിസിസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് വളരാൻ ഒരു ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ വീഡിയോ സീരീസ് കാണുന്നവർക്ക് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. സോ എന്തായാലും നമുക്ക് അടുത്ത ദിവസത്തെ അനാലിസിസിൻ്റെ പിക്സിലോട്ട് പോവാം, സ്റ്റോക്സിൻ്റെ പിക്സിലോട്ട് പോകാം. അതിനു മുമ്പായിട്ടൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത്, എല്ലാ മാസവും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഓൾ അബൌട്ട് ഷെയർ ട്രേഡിംഗ് എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര് പോലെ തന്നെ ബേസിക്സ് തൊട്ട് ഓപ്ഷൻ ഹെഡ്ജിങ് സ്ട്രാറ്റജി വരെ കംപ്ലീറ്റ്ലി പഠിപ്പിക്കുന്ന ഓഫ്ലൈനും ഓൺലൈനിലും നമ്മൾ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് പ്രോഗ്രാം സെൻട്രൽ കേരളയിൽ വെച്ചിട്ടായിരിക്കും വരുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, അതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് യൂസ് ചെയ്ത് കോൺടാക്ട് ചെയ്ത് കാര്യങ്ങൾ അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിനെപ്പറ്റിയുള്ള ഫീഡ്ബാക്ക് അറിയാൻ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, ട്രേഡ് ടോക്സിൻ്റെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി കയറി പബ്ലിക്കായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. എന്തായാലും നിങ്ങളത് ചെയ്യുക മാക്സിമം. സോ നമുക്ക് അടുത്ത ദിവസം പിക്സിലോട്ട് പോകാം. സോ ഗായ്സ്, നമ്മൾ ഇന്ന് കൊടുത്തിരുന്ന പിക്സിൻ്റെ പ്രോഫിറ്റിൻ്റെ ഒരു റേഞ്ചാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. സോ നമ്മുടെ ഇതെല്ലാ ദിവസവും നമ്മൾ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ടേബിൾ. ഇത് മറ്റൊന്നുമല്ല, ഇതിൻ്റെ ഒരു സിമ്പിൾ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞുതരാം. ഒരു 1 lakh rupees ക്യാപിറ്റൽ യൂസ് ചെയ്തുകൊണ്ട്, അത് ഇൻക്ലൂഡിങ് മാർജിനാണ്, 1 ലക്ഷം രൂപീസ് ക്യാപിറ്റൽ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ ലെവൽസ് എല്ലാം ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പ്രോപ്പർ ക്യാൻഡലിസ്റ്റിക് കൺഫർമേഷൻ തന്നിട്ട് ആ ഒരു ലെവൽ റെസ്പെക്ട് ചെയ്ത് ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റ് തരുമ്പോഴോ നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് നിങ്ങൾ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രേഡിൽ നിങ്ങൾക്ക് 1 lakhൽ നിന്നും കിട്ടാൻ പോകുന്ന മാക്സിമം പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു എബോവ് ആവറേജ് പ്രോഫിറ്റ് ആണ് നമ്മൾ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത്ര പ്രിസൈസ് അല്ല, എന്തായാലും ഇതിൽ കൂടുതൽ പ്രോഫിറ്റ് നിങ്ങൾക്ക് നമ്മുടെ ലെവൽസിൽ നിന്ന് കിട്ടത്തില്ല. അപ്പോൾ ഓരോ ദിവസവും ആ ലെവൽസ് വെച്ച് നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് ഈ പ്രോഫിറ്റിൻ്റെ ആ ലെവൽ ബ്രേക്ക് ഔട്ട് തന്നിട്ട് എവിടം വരെ മാക്സിമം പോയി എന്നുള്ളൊരു കാൽക്കുലേഷനിലാണ് നമ്മൾ ഈ പ്രോഫിറ്റ് കണക്ക് കൂട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതുവരെ ലോസിലോട്ട് കാണിച്ചിട്ടില്ല. ഈ ഒരു ടേബിൾ ഇട്ടതിന് ശേഷം ലോസ് വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലെവൽ പ്രോപ്പറായിട്ട് ബ്രേക്ക് ഔട്ട് തന്നിട്ട് അതൊരു ഫോൾസ് ബ്രേക്ക് ഔട്ട് ആവുന്ന കേസിലോ അല്ലെങ്കിൽ ഒരു 0.5% പോലും ബ്രേക്ക് ഔട്ടിന് ശേഷം സ്കാൽപ്പേഴ്സിന് പോലും എൻ്റർ ചെയ്യാൻ പറ്റാത്ത ലെവലിലോട്ടാണത് പോയെങ്കിൽ അതിലെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് ഇതിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പോൾ ജിന്ദാൽ സ്റ്റീലിൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ ഞാൻ ചാർട്ടിലോട്ട് വരാം, അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി മനസ്സിലാവും. എന്തായാലും ഫൈനൽ സെഷനിൽ ചാർട്ടെല്ലാം ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ജിന്ദാൽ സ്റ്റീലിൽ നമ്മുടെ റേഞ്ചിനകത്ത് കൺസോളിഡേറ്റ് ചെയ്യുകയാണ് ആക്ച്വലി ചെയ്തത്. സോ അവിടെ ട്രേഡ് ഇല്ലായിരുന്നു. ഇന്ത്യബിൾ ഹൗസിംഗ് ഫിനാൻസിനകത്ത് നമ്മൾ പറഞ്ഞ റേഞ്ചിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ട്രേഡ് നമുക്ക് ഏകദേശം 1 lakh വെച്ച് ചെയ്യുന്നവർക്ക് 2800 വരെ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലായിരുന്നു ട്രേഡ്സ് പെർഫോം ചെയ്തത്. ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ നമ്മുടെ ട്രേഡിന് ഏകദേശം 2200 എബോവ് പ്രോഫിറ്റ് നമ്മുടെ ലെവൽസ് റെസ്പെക്ട് ചെയ്ത് ട്രേഡ്സ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ HDFCയിൽ 2000 പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ TCSൽ കൺസോൾട്ടേഷൻ ആയിരുന്നു സംഭവിച്ചത്. നമ്മുടെ റേഞ്ചിനകത്ത് കൺസോൾട്ടേറ്റ് ചെയ്യാണ് സംഭവിച്ചത്. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്ത് തരത്തിലുള്ള ഒരു ടേബിളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെവൽസിനെ റെസ്പെക്റ്റ് ചെയ്ത് അത് ബ്രേക്ക് ഔട്ട് വന്നിട്ടോ അല്ലെങ്കിൽ ആ ലെവൽസിൽ റെസ്പെക്റ്റ് ചെയ്ത് ഏത് രീതിയിൽ ക്യാൻഡൽസ്റ്റിക് കൺഫർമേഷൻ തന്ന ശേഷം ഏത് രീതിയിലോട്ടാണ് അത് മൂവ് ചെയ്തത്, ആ ഒരു ഡയറക്ഷനിലോട്ട് എത്ര പെർസെൻറ്റേജ് ഇത് പോയി എന്നുള്ളതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്യൂ ചാർട്ടിൽ കാണണമെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് സെഷൻ പോയി കണ്ടാൽ മതി. ഈ വീഡിയോയുടെ തന്നെ ലാസ്റ്റിൽ നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. സോ ഗായ്സ്, ഇതൊക്കെയാണ് നമ്മൾ നാളത്തേക്ക് കൊടുക്കുന്ന പിക്ക്. സോ ഫസ്റ്റ് പിക്ക് എന്ന് പറയുന്നത് അപ്പോളോ ടയർസ് ആണ്. സോ അപ്പോളോ ടയർസിൻ്റെ ഒരു ബ്രീഫ് വ്യൂ പറയുകയാണെങ്കിൽ ഞാനൊരു 1 hour ചാർട്ടിൻ്റെ വ്യൂ ഫസ്റ്റ് പറയാം. അതിനുശേഷം ക്ലോസർ റേഞ്ചിൽ നോക്കാം. നിങ്ങൾ ആ ഒരു ടൈമിലത്തേക്ക് ഈ ഹൊറിസോണ്ടൽ ലെവൽസ് കൺസിഡർ ചെയ്യാൻ നിൽക്കേണ്ട, കാരണം ഇത് ഇൻട്രാഡേ ലെവൽസ് ആണ്. ഓക്കെ, സോ എന്തായാലും ഒരു അപ് ട്രെൻഡിലാണ്, അതായത് ഒരു ക്ലിയർ അപ് ട്രെൻഡ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അപ് ട്രെൻഡിൽ സപ്പോർട്ട് സോണിൽ വന്നിട്ട് ഒരു ചെറിയ ചാനൽ പാറ്റേൺ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഒരു അപ് ട്രെൻഡ് ചാനൽ പാറ്റേൺ ഈ ഒരു സോണിൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചാനലിനകത്ത് അത്യാവശ്യം ചെറിയൊരു കൺസോൾട്ടേഷനോട് കൂടിയാണ് ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോൺ നമുക്ക് ഫോം ആയിട്ടുണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈൻ, റെസിസ്റ്റൻസ് സോൺ ട്രെൻഡ് ലൈനിൽ ഫോം ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഡോട്ടഡ് സോൺ ഒരു ബ്രേക്ക് ഔട്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നല്ലൊരു അപ്വേർഡ് മൂവ്മെൻ്റ് ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം.
സോ എന്തായാലും ഇൻട്രാഡേയിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ലെവൽ. സോ എന്തായാലും ഇതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലായല്ലോ. നെക്സ്റ്റ് ഒരു അപ്വേർഡ് റാലി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഡൗണും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ ഈ അടുത്തടുത്ത് 2 ലെവൽസ് വരച്ചിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ഇത് രണ്ടും റിലവൻ്റ് ആയിട്ടുള്ള ലെവൽസാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു രണ്ടാമത്തെ ലെവൽസ് സേഫായിട്ട് കൺസിഡർ ചെയ്യാം. കുറച്ച് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്കും കുറച്ച് നേരത്തെ എൻട്രി ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, എന്തായാലും ഇതാണ് ഏറ്റവും സേഫായിട്ട് പറയാൻ പറ്റുന്ന ലെവൽ. ഓക്കെ, സോ ഈ ഒരു ലെവൽ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. സോ റെസിസ്റ്റൻസ് സോൺസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. സപ്പോർട്ട് സോൺസ് ഇതിൽ കൺസിഡർ ചെയ്തിട്ടില്ല, കാരണം നമ്മുടെ വ്യൂ മേജർലി ഒരു അപ് ട്രെൻഡിലോട്ടുള്ളൊരു വ്യൂ ആണ്. സോ അതുകൊണ്ടാണ് സപ്പോർട്ട് സോൺസ് കൺസിഡർ ചെയ്യാത്തത്. സോ എന്തായാലും ഇതിൻ്റെ ഒരു സോൺസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബോവ് 227 നമുക്കൊരു ബ്രേക്ക് ഔട്ട് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സേഫസ്റ്റ് റെസിസ്റ്റൻസ് 228 ആണ്. നെക്സ്റ്റ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു അപ്വേർഡ് മൂവ് ഒക്കെ കിട്ടണമെങ്കിൽ അതിന് എബോവ് 230 കട്ട് ചെയ്യണം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, സോ ഈ ലെവൽസ് എല്ലാം പ്രോപ്പറായിട്ട് റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, കാരണം ഈ ഫിബൊനാക്കി ലെവൽസ് ഉൾപ്പെടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോയിൻസൈഡിങ് ലെവൽസ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ എന്തായാലും അതാണ് അപ്പോളോ ടയർസിൻ്റെ ഒരു ലെവൽ. നെക്സ്റ്റ് പിക്ക് ഗ്രാസിമാണ്. ഗ്രാസിമിൻ്റെ ഒരു വ്യൂ പറയുകയാണെങ്കിൽ ഗ്രാസിം ഇപ്പോൾ ഒരു അപ് ട്രെൻഡിലാണ്. ഇതോ ഈ കാണുന്ന ഒരു ട്രെൻഡ് ലൈനിലാണ് ഗ്രാസിം കഴിഞ്ഞ കുറച്ചധികം നാളായിട്ട് റിലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും ട്രെൻഡ് ലൈൻ സപ്പോർട്ട് സോണിലൊന്നും വന്ന് നിൽക്കുകയല്ല, പക്ഷേ ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്ത ശേഷം ഒരു നല്ല അത്യാവശ്യം ചെറിയൊരു റാലി തന്നിട്ട് ഒരു കറക്ഷൻ ഫേസിലാണ് ഗ്രാസിം ഇപ്പോൾ നിൽക്കുന്നത്. സോ എന്തായാലും ഗ്രാസിമിൻ്റെ ഒരു ക്ലോസർ റേഞ്ചിലോട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു സൈഡ് വേസ് മൂവ് ആണ് കാണാൻ സാധിക്കുന്നത്. സോ എന്തായാലും ഗ്രാസിം നമുക്കൊരു ഇൻട്രാഡേ ട്രേഡ് എടുക്കാൻ പറ്റിയ ലെവൽസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എബോവ് 1449 ഈ ഒരു ലെവൽ നിങ്ങൾക്ക് ബ്രേക്ക് ഔട്ട് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ലെവൽ ബിലോ പോകുകയാണെങ്കിൽ ഒരു ബ്രേക്ക് ഡൗൺ എക്സ്പെക്ട് ചെയ്യാം. സപ്പോർട്ട് സോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നത്, അതായത് ബ്രേക്ക് ഡൗണിന് വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് 1424 ആണ്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് 1449 ആണ്. നെക്സ്റ്റ് വരുന്ന മേജർ റെസിസ്റ്റൻസ് 1474 ആണ്. അതുപോലെ തന്നെ ഒരു മേജർ ബ്രേക്ക് ഡൗൺ ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, ഒരു പ്രോപ്പർ ഡൗൺവേർഡ് മൂവ്മെൻ്റ് ഒക്കെ കിട്ടണമെങ്കിൽ അതിന് 1413 ബിലോ ഒക്കെ ബ്രേക്ക് ഡൗൺ കിട്ടണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇൻട്രാഡേയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ലെവൽസ് ഗ്രാസിമിൽ. നെക്സ്റ്റ് പിക്ക് BPCL ആണ്. സോ BPCLൻ്റെ ഒരു മേജർ ഡയറക്ഷൻ അല്ലെങ്കിൽ മേജർ വ്യൂ പറയുകയാണെങ്കിൽ അതൊരു അപ് ട്രെൻഡിലാണ് കറൻ്റ്ലി ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന വൈറ്റ് ലൈൻ ആയിട്ടുള്ള ഈ ഒരു അപ് ട്രെൻഡ് ലൈനിലാണ് റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ കുറച്ചധികം കാലമായിട്ട് നല്ലൊരു മാസങ്ങളോളമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോപ്പർ അപ് ട്രെൻഡിനെ റെസ്പെക്ട് ചെയ്താണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ബിഗർ പിക്ചറിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു റെസിസ്റ്റൻസ് സോൺ ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടാണ് ആക്ച്വലി ഇപ്പം നിൽക്കുന്നത്. സോ കറൻ്റ്ലി ഒരു കറക്ഷൻ ഫേസിലാണ്, ഒരു പ്രോപ്പർ കറക്ഷൻ ഫേസിലാണ്. അതൊരു പ്രോപ്പർ ചാനൽ കറക്ഷൻ അല്ലെങ്കിൽ ഒരു ഫ്ലാഗ് ആൻഡ് പോൾ കറക്ഷൻ എന്നൊക്കെ പറയാം. ഒരു ഡൗൺവേർഡ് ചാനലിലാണ് എന്തായാലും ഇപ്പോൾ കറൻ്റ്ലി പ്രൈസ് നിൽക്കുന്നത്. ഒരു പ്രോപ്പർ ചാനലിലാണ് റേസ് നിൽക്കുന്നത്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് പോലും ആ ഒരു ചാനലിൻ്റെ റെസിസ്റ്റൻസിൽ ഈ സ്റ്റോക്ക് വന്ന് തട്ടിയ ശേഷം നല്ലൊരു ഫോൾ തന്നിട്ടുണ്ട്. സോ എന്തായാലും ഒരു പ്രോപ്പർ അപ്വേർഡ് മൂവ് ഒക്കെ കിട്ടണമെങ്കിൽ അതിന് ഈ ഒരു ലെവൽ എബോവ് പോകണം, അതായത് 442 എബോവ് പോകണം. ഒരു പ്രോപ്പർ അപ്വേർഡ് മൂവ് ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ എബോവ്. പക്ഷേ നിങ്ങൾക്ക് ഇൻട്രാഡേയിൽ ഉറപ്പായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ലെവൽസ് നമ്മൾ പറയുന്നുണ്ട്. അത് 433, 433, 434 ആ ഒരു സോൺ, ഈ ഒരു ലെവൽ എബോ കട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലോങ് പോകാവുന്നതാണ്. കാരണം ഈ ഒരു റെസിസ്റ്റൻസ് സോൺ അവിടെ കട്ട് ആവുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ലെവൽ എബോ പോവുകയാണെങ്കിൽ ലോങ് പൊസിഷൻ നിങ്ങൾക്ക് എടുക്കാവുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ ഷോർട്ട് ചെയ്യാൻ പറ്റുന്ന ലെവൽ 425, 426 ഈ ഒരു സോൺ ബിലോ കട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് ചെയ്യാവുന്നതാണ്. സോ ഇത് രണ്ടുമാണ് സേഫായിട്ട് BPCയിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ലെവൽസ്. സോ നെക്സ്റ്റ് പിക്ക് എന്ന് പറയുന്നത് ഇൻഡസ് ടവേഴ്സ് ആണ്. സോ ഇൻഡസ് ടവേഴ്സിൻ്റെ ഒക്കെ ഒരു വ്യൂ പറയുകയാണെങ്കിൽ ഒരു ഫ്ലാഗ് ആൻഡ് ബോൾ അല്ല, ഒരു റൈസിംഗ് വെഡ്ജ് ഫോർമേഷൻ പോലെയാണ് ഇത് നിൽക്കുന്നത് കറൻ്റ്ലി. എന്തായാലും അതിൻ്റെ റെസിസ്റ്റൻസ് സോണിൽ വന്ന് നല്ല രീതിയിൽ റിജക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്കൊരു പ്രോപ്പർ അപ്വേർഡ് ചാനൽ പാറ്റേൺ കാണാൻ പറ്റുന്നുണ്ട്, അപ് ട്രെൻഡ് ചാനൽ പാറ്റേൺ കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ക്ലോസർ റേഞ്ചിലോട്ട് പോകുകയാണെങ്കിൽ ആ ചാനലിനകത്തൊരു ഡൗൺ ട്രെൻഡ് ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനിലാണ് കറൻ്റ്ലി ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാനലിൻ്റെ സപ്പോർട്ട് സോണിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ, ഈ ഒരു ഓറഞ്ച് ലൈൻ നേരത്തെ കാണിച്ച ചാനലാണ്, അപ്പോൾ അതിൻ്റെ സപ്പോർട്ട് സോണിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു അപ്വേർഡ് മൂവ്മെൻ്റ് ഉള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, സോ എന്തായാലും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഇൻട്രാഡേ ലെവൽസ് ഞാൻ പറയാം.
എബോവ് നിങ്ങൾക്ക് 254 എബോവ് ഒക്കെ പോവുകയാണെങ്കിൽ ബ്രേക്ക് ഔട്ടിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഒരു പ്രോപ്പർ ബ്രേക്ക് ഔട്ട് കിട്ടണമെങ്കിൽ കുറച്ചുകൂടെ സേഫ് പ്ലേയേഴ്സിന് 258 എബോവ് ഒക്കെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, 258 ആണ് ഒരു സേഫ് പ്ലേയേഴ്സിന് പറ്റിയ ലെവൽ. അതുപോലെ തന്നെ 254 നിങ്ങൾക്ക് ഇൻട്രാഡേയിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ലെവൽസ് തന്നെയാണ്. ബ്ലാങ്ക് ആയിട്ട് അല്ലെങ്കിൽ ബ്ലൈൻഡ് ആയിട്ട് ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് തന്നു പറഞ്ഞ് ട്രേഡ് എടുക്കാൻ നിൽക്കരുത്. അപ്പോഴത്തെ ടോട്ടൽ മാർക്കറ്റ് ഡയറക്ഷൻ എങ്കിലും അറ്റ്ലീസ്റ്റ് നിഫ്റ്റിയുടെ ഡയറക്ഷൻ എങ്കിലും ഏത് സൈഡിലോട്ടാണോ ബ്രേക്ക് ഔട്ട് തരുന്നത് ആ ഒരു സൈഡിലോട്ടായിരിക്കണം നിഫ്റ്റിയുടെ ഡയറക്ഷൻ. ഐ മീൻ മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് തരുവാണെങ്കിൽ നിഫ്റ്റി ഡൗൺ ട്രെൻഡ് ആവാതെ നോക്കുക. അങ്ങനെയാണെങ്കിൽ മാക്സിമം ആ ട്രേഡ് ഒഴിവാക്കുക. അങ്ങനെ വേണം മാക്സിമം റിസ്ക് അവോയ്ഡ് ചെയ്യാൻ. ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്ക് ലോങ് പോകാൻ പറ്റുന്ന ലെവൽസ് എബോവ് ദിസ് ലെവൽ. അതുപോലെ തന്നെ ദിസ് ലെവൽ ഷോർട്ട് ചെയ്യാൻ പറ്റുന്ന ലെവൽസ് ഇതാണ്. ലെവൽസ് ഇല്ല, ഒരു ലെവൽ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ 250 ബിലോ ഒക്കെ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് സേഫ് ആയിട്ടൊരു സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ചിട്ട് ഉറപ്പായിട്ടും ഷോർട്ട് ചെയ്യാവുന്നതാണ്. കാരണം ഈ ഒരു ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് നടക്കും. ഈ ഒരു ട്രെൻഡ് ലൈൻ റിജക്റ്റ് ആയ ശേഷം നല്ലൊരു ഫോൾ ഇവിടെ പോസിബിൾ ആണ്. അപ്പോൾ ഈ ലെവൽസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തെന്ന് വിശ്വസിക്കുന്നു. സോ നെക്സ്റ്റ് പിക്ക് ആൻഡ് ലാസ്റ്റ് പിക്ക് എന്ന് പറയുന്നത് ഏക്കർ മോട്ടോഴ്സ് ആണ്. സോ ഏക്കർ മോട്ടോഴ്സിൻ്റെ ഒരു മേജർ വ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു അപ് ട്രെൻഡിലാണ് ആസ് ഓൾവേസ്. അപ്പോൾ ഇവിടെ ഒരു ഡൗൺ ട്രെൻഡ് ഒരു പാറ്റേൺ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ബാക്കിലോട്ട് പോകുന്നില്ല. എന്തായാലും ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അത് ബ്രേക്ക് ഔട്ട് ചെയ്ത ശേഷമാണ് ഈ ഒരു അപ് ട്രെൻഡ് റെസ്പെക്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും ഈ ഒരു ട്രെൻഡ് ലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് ആ ഒരു സ്റ്റോക്ക് ഇപ്പം നിൽക്കുന്നത്. ഇപ്പം ഏറ്റവും ക്ലോസർ വ്യൂയിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ ചാനൽ പാറ്റേൺ, ഒരു ഡൗൺ ട്രെൻഡ് ചാനൽ പാറ്റേണിൽ പ്രോപ്പറായിട്ട് ഇത് റെസ്പെക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ചാനലിൻ്റെ സപ്പോർട്ട് സോണും അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു നേരത്തെ കാണിച്ച ഒരു അപ് ട്രെൻഡ് ലൈൻ്റെ സപ്പോർട്ട് സോണിലും കൃത്യമായിട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനൊരു പാറ്റേൺ ഫോം ആയിട്ടുണ്ട്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ചിലപ്പോൾ ഒരു പക്ഷേ നാളത്തെ മൂവ്മെൻറ്റും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഫ്ലാഗ് ആൻഡ് ബോൾ ആയിട്ട് ഹെഡ് ആൻഡ് ഷോൾഡർ ആയിട്ട് ഫോം ആയെന്നിരിക്കും. ഇപ്പോൾ ഒരു ഷോൾഡർ ഒരു ഹെഡ് ഫോം ആയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ഫോളും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കയറുവാണെങ്കിൽ അവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ഫോം ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരു നെക്ക് ലൈൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, 2550. സോ എബോവ് 2550 നമുക്കൊരു ബ്രേക്ക് ഔട്ടിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒരു പ്രോപ്പർ ബ്രേക്ക് ഔട്ടൊക്കെ കിട്ടണമെങ്കിൽ എബോവ് 2582 വരെയൊക്കെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ബിലോ 2488 നമുക്ക് പ്രോപ്പറായിട്ടൊരു ബ്രേക്ക് ഡൗണിലുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇതൊക്കെയാണ് നമുക്ക് ഏക്കർ മോട്ടോഴ്സിൽ കൺസിഡർ ചെയ്യുന്ന ലെവൽസ്. സോ 2 എക്സ്ട്രാ ബോണസ് പിക്സ് കൂടെ ഉണ്ട്. ഇത് ബോണസ് പിക്സ് എന്ന് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം കൊടുത്ത പിക്കിനകത്ത് നമ്മുടെ ലെവലിൽ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ജിന്ദാൽ സ്റ്റീൽ അതിലൊന്നാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം, അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. TVS മോട്ടോഴ്സും അതിലൊന്നാണ്. TVS അല്ല, സോറി, ടാറ്റ കൺസൾട്ടൻസി അതിലൊന്നാണ്. സോ ഇതൊരു പ്രോപ്പർ പാറ്റേണിൽ റെസ്പെക്ട് ചെയ്യപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. സോ ഈ 2 ലെവൽസാണ് TCSൽ കൺസിഡർ ചെയ്യേണ്ടത്. സോ അതിൻ്റെ ഒരു ബ്രീഫ് വ്യൂ കാണണമെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടാൽ മതി. സോ ഇതൊക്കെയാണ് നമ്മൾ നാളത്തേക്ക് കൊടുക്കുന്ന ഇൻട്രാഡേ ഇക്വിറ്റി സ്റ്റോക്ക് പിക്സ്. സോ ഗൈസ്, ഇതൊക്കെയായിരുന്നു നമ്മൾ കൊടുത്തിരുന്ന പിക്സ്. ഇതിൻ്റെ ഒരു പ്രോഫിറ്റ് ചാർട്ട് ഞാൻ തുടക്കത്തിൽ കാണിച്ചിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് ഇതിനെ റെസ്പെക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജിന്ദാൽ സ്റ്റീലിൽ ഞാൻ നേരത്തെ പറഞ്ഞു പ്രോഫിറ്റ് ഒന്നുമില്ലായിരുന്നു. കാരണം ട്രേഡ്സ് ഇല്ലായിരുന്നു. നമ്മുടെ പറഞ്ഞ റേഞ്ച് ഇതായിരുന്നു. അതിനകത്ത് തന്നെ സെയിം ലെവലിൽ കൺസോൾട്ടേറ്റ് ചെയ്യുന്നതാണ് കാണാൻ സാധിച്ചത്. സോ നെക്സ്റ്റ് പിക്ക് പറഞ്ഞിരുന്നത് ഇന്ത്യാബുൾ ഹൗസിംഗ് ഫിനാൻസ് ആണ്. സോ ഇന്ത്യാബുൾ ഹൗസിങ്ങിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മുടെ ലെവലിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതായിരുന്നു നമ്മുടെ ലെവൽസ്. നമ്മളിത് അനലൈസ് ചെയ്തപ്പോൾ ഇത്തരം ലെവൽസാണ് കൺസിഡർ ചെയ്തത്. അതിൽ പ്രോപ്പർ ഒരു ബ്രേക്ക് ഔട്ടിനൊക്കെ ഈ ഒരു ലെവൽ എബോവ് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. സോ എന്തായാലും ആ ലെവലിലോട്ടൊന്നും പോയിട്ടില്ല. ഇതിൽ ട്രേഡ്സ് എവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമ്മുടെ ഈ ഒരു ലെവലിൽ റിജക്റ്റായി, പിന്നെയും റിജക്റ്റായി. സോ ആ ഒരു പോർഷനിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ട്രേഡാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഈ ഒരു 3 ട്രേഡ്സ്, അതായത് ഇവിടുന്ന് താഴോട്ട് ഫോളോ ചെയ്തപ്പോഴും നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രേഡ് പോസിബിളാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ട്രേഡ് പോസിബിളാണ്, ഇവിടെ ഒരു ട്രേഡ് പോസിബിളാണ്. സോ അതാണ് നമ്മൾ ഇന്ത്യാബുൾ ഹൗസിംഗ് ഫിനാൻസിൽ കിട്ടിയിരിക്കുന്ന 3 പ്രോപ്പർ എൻട്രീസ്. നെക്സ്റ്റ് ബുക്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആയിരുന്നു. ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ നോക്കുകയാണെങ്കിൽ ഇതായിരുന്നു നമ്മൾ കൊടുത്തിരുന്ന ലെവൽ. മാർക്കറ്റ് ഓപ്പൺ ആയതൊരു ഗ്യാപ്പ് അപ്പിലാണ്. സോ അവിടെ നമുക്ക് ട്രേഡ് ഇല്ല. സോ അതിനുശേഷം മാർക്കറ്റ് ഒരു ക്യാൻഡിൽ തന്നെ ഭയങ്കരമായൊരു മൂവ്മെൻറ്റ് തന്നിട്ട് തിരിച്ച് താഴെ ഇറങ്ങി വന്ന് നമ്മുടെ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് റെസ്പെക്ട് ചെയ്തൊരു ഹാമർ ക്യാൻഡിൽ വരെ ഫോം ചെയ്തിട്ട് നല്ലൊരു മൂവ്മെൻറ്റ് മുകളിലേക്ക് വന്നു. സോ അവിടെ ഒരു ട്രേഡ് ഉണ്ട്. അതിനുശേഷം തിരിച്ചു വന്ന് ഈ റീജിയനിൽ സപ്പോർട്ട് എടുത്ത ശേഷം പിന്നെയും ഒരു മൂവ്മെൻറ്റ് തന്നു. പിന്നെ ഒരു ബ്രേക്ക് ഡൗൺ പ്രോപ്പറായിട്ട് തന്നു. അതിനുശേഷം അതേ ലെവലിൽ കൃത്യമായിട്ട് വന്ന് റെസിസ്റ്റൻസ് എടുത്ത് റിജക്റ്റ് ചെയ്തൊന്ന് ഫോളും ചെയ്തിട്ടുണ്ട്. സോ അവിടെ ഏകദേശം 4 ട്രേഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടിയത്.
സോ നെക്സ്റ്റ് പിക്ക് HDFC ആണ്. HDFCയുടെ കാര്യം പറയാനാണെങ്കിൽ HDFC ഇതാ ഈ സോണായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. എന്തായാലും ഓപ്പൺ ചെയ്ത ഒരു ഗ്യാപ്പ് അപ്പ് ആയിരുന്നു, ഹ്യൂജ് ഫോൾ സംഭവിച്ചെങ്കിലും കൃത്യമായിട്ട് നമ്മുടെ സപ്പോർട്ട് സോണിൽ സപ്പോർട്ട് എടുത്തു. അവിടുന്ന് സപ്പോർട്ട് എടുത്ത് ഒരു റാലി സ്റ്റാർട്ട് ചെയ്തു, നമ്മുടെ റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ഔട്ട് ചെയ്തു, ഇവിടം വരെ പോയി. അതിനുശേഷം തിരിച്ചു വന്ന് ആ ഒരു സപ്പോർട്ട് സോൺ ബ്രേക്ക് ഡൗൺ ചെയ്തു, താഴേക്ക് വന്നു. സോ എന്തായാലും നമുക്കിവിടെ 3 ട്രേഡ്സ് ഉണ്ട്. ഒന്ന് ഇവിടുന്ന് എൻ്റർ ചെയ്ത് മാക്സിമം ഹോൾഡ് ചെയ്യാം, ഇവിടെ എക്സിറ്റ് ചെയ്യണമെന്നതിൽ തെറ്റില്ല. അതിനുശേഷം ഇവിടെ ബ്രേക്ക് ഔട്ട് കിട്ടി, സോ ഇവിടെ നെക്സ്റ്റ് ഒരു ട്രേഡ് കിട്ടി. അതിനുശേഷം ഇവിടെ ഒരു ബ്രേക്ക് ഡൗൺ തന്നു, അതും ഒരു ട്രേഡാണ്. ബ്രേക്ക് ഡൗൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 0.5%-നേക്കാട്ടിൽ കൂടുതൽ ആ ഒരു മൂവ്മെൻറ്റ് നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ അതായിരുന്നു നമ്മുടെ HDFCയിലെ അവസ്ഥ. ലാസ്റ്റ് പിക്ക് എന്ന് പറയുന്നത് TCS ആണ്. സോ TCSൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, നമ്മൾ പറഞ്ഞ ലെവൽസിനകത്ത് കൺസോൾട്ടേറ്റ് ചെയ്യായിരുന്നു. സോ അതിനകത്ത് ഒരു ട്രേഡും ഇല്ല. ഈ ഒരു റെസിസ്റ്റൻസ് ലൈൻ, ഈ ഒരു സപ്പോർട്ട് സോൺ, ഒരു അപ് ട്രെൻഡ് സപ്പോർട്ട് സോൺ വരച്ചിട്ടുണ്ടായിരുന്നത് മറ്റൊന്നുമല്ല, നമ്മളൊരു റൈസിംഗ് വെഡ്ജ് വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ഒരു റൈസിംഗ് വെഡ്ജിൽ കൃത്യമായിട്ട് അതിൻ്റെ സപ്പോർട്ട് സോണിൽ കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ്. നമ്മുടെ എക്സ്പെക്ടേഷൻ താഴോട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതാണ്. എന്തായാലും നമുക്ക് നാളെ കാണാം. ഓക്കെ.